വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഈ രൂപം കാണാത്ത തൃശ്ശൂരുകാർ വളരെ ചുരുക്കമായിരിക്കും. ഈ ആഴ്ചയിൽ തന്നെ തൃശ്ശൂരിലെ 50ഓളം പള്ളികളിലെ സെബസ്ത്യാനോസിന്റെ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. എന്നാൽ ഈ രൂപത്തിൽ വിശുദ്ധനെ കാണുമ്പോൾ പലരും വിചാരിക്കും പുള്ളി വളരെ സാധുവായ മനുഷ്യനായിരുന്നെന്ന്. റോമ ചക്രവർത്തിയുടെ സൈന്യത്തിലെ പ്രധാനിയായിരുന്നു വിശുദ്ധ സെബസ്ത്യാനോസ്. അക്കാലത്ത് സൈന്യത്തിലുള്ളവരെ മതാചാരങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. അതാണ് റോമ ചക്രവർത്തിയെ ചൊടിപ്പിച്ചത്. എന്നാൽ താനൊരു ക്രൈസ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു സെബസ്ത്യാനോസ് മുന്നോട്ട് പോയത്. ഇതിൽ കലികൊണ്ട ചക്രവർത്തി സെബസ്ത്യാനോസിനെ അമ്പ് ചെയ്ത് കൊല്ലാൻ കൽപ്പിച്ചു. മരത്തിൽ കെട്ടിയിട്ട് നിരവധി അമ്പ് ചെയ്തെങ്കിലും സെബസ്ത്യാനോസ് മരണപ്പെട്ടില്ല. സെയിന്റ് ഐറിനാണ് അന്ന് സെബസ്ത്യാനോസിന് വേണ്ട പരിചരണങ്ങളെല്ലാം കൊടുത്തത്. അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന സെബസ്ത്യാനോസ് വീണ്ടും ചക്രവർത്തിയുടെ അടുത്ത് പോയി താൻ ഇന്നും ഒരു ക്രിസ്ത്യാനിയായിരിക്കുമെന്നും തന്റെ വിശ്വാസത്തെ തകർക്കാൻ സാധിക്കില്ല എന്നും പറഞ്ഞു. അതോടെ സെബസ്ത്യാനോസിനെ അടിച്ചു കൊന്ന് കാനയിലെറിയാൻ ചക്രവർത്തി കൽപ്പിച്ചു. അങ്ങനെ ഇന്ന് ജനലക്ഷങ്ങൾക്ക് ആശ്രയമായി മാറിയിരിക്കുകയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. കേരളത്തിലെ ക്രൈസ്തവർ പണ്ട് പകർച്ചവാദികളിൽ നിന്ന് രക്ഷ നേടാൻ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സാധിച്ചെന്നാണ് വിശ്വാസം. ഇന്നും കേരളത്തിൽ നിരവധി ദേവാലയങ്ങൾ സെബസ്ത്യാനോസിന്റെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കേന്ദ്രങ്ങളാണ്. ഇന്നും കേരളത്തിൽ ഓരോ ദേവാലയത്തിലും സെബസ്ത്യാനോസിന്റെ അമ്പ് പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അത് ഈ മധ്യസ്ഥനോടുള്ള സ്നേഹവും പ്രാർത്ഥനയും ആദരവും തന്നെയാണ്.